പല പ്രാവശ്യം നിങ്ങൾ മൂത്രമൊഴിക്കാനായി എഴുന്നേൽക്കുന്നുണ്ടോ? സൂക്ഷിക്കുക, പ്രോസ്റ്റേറ്റ് വീക്കത്തിൻ്റെ പ്രധാന ലക്ഷണമാണിത്. നമസ്കാരം. പൊതുവെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ പുരുഷന്മാരിൽ മാത്രമേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പുരുഷന്മാരിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ ഗ്രന്ഥി. അതായത് ശുക്ലത്തിൻ്റെ ഉൽപ്പാദനം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രധാന ധർമ്മമാണ്. ചിലർക്ക് സംഭോഗത്തിലേർപ്പെടുന്ന സമയത്ത് ശുക്ലം പെട്ടെന്ന് സ്രവിക്കപ്പെടുന്നു. അതുമൂലം ശരിയായ ലൈംഗിക സുഖം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നില്ല. മാത്രമല്ല, ഇണയെ തൃപ്തിപ്പെടുത്താനാവാതെ നിരാശരായിത്തീരുകയും ചെയ്യുന്നു. ചില മാനസികമായ പ്രശ്നങ്ങളും ശുക്ലം പെട്ടെന്ന് സ്രവിക്കാൻ ഇടവരുത്തുന്നു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ശുക്ലസ്ഖലനത്തെ നിയന്ത്രിച്ചു നിർത്തുന്നു. അങ്ങനെ പുരുഷന്മാർക്ക് ലൈംഗികപരമായ ധർമ്മം നിർവഹിക്കുന്ന ഈ ഗ്രന്ഥിക്ക് വീക്കം വരുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്നും അതിൻ്റെ ലക്ഷണമെന്തെന്നും നോക്കാം. ഏതാണ്ട് മധ്യവയസ്സ് കഴിഞ്ഞ് തുടങ്ങുമ്പോഴാണ് മിക്കവാറും പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുണ്ടാകുന്നത്. കാരണം ഇതിൻ്റെ വലിപ്പം കൂടുന്നതിനോടൊപ്പം മൂത്രസംബന്ധമായ പ്രശ്നം കണ്ടു തുടങ്ങുന്നു എന്നതാണ്. രാത്രിയിൽ പലതവണ മൂത്രമൊഴിക്കാനായി എഴുന്നേൽക്കേണ്ടി വരിക, മൂത്രമൊഴിക്കുമ്പോൾ ഇടയ്ക്ക് മൂത്രം നിന്നു പോവുക, ഒഴിച്ചു തീർന്നാലും അതിന് ഒരു തൃപ്തിയില്ല എന്ന് തോന്നലുണ്ടാവുക, അതുപോലെ തന്നെ മൂത്രം പോകുന്നതിൻ്റെ ശക്തി കുറയുക, മൂത്രത്തെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരിക, ഇവയാണ് പ്രോസ്റ്റേറ്റ് വീക്കത്തിൻ്റെ ലക്ഷണങ്ങൾ. പ്രോസ്റ്റേറ്റ് വീക്കം 2 തരത്തിലുണ്ടാകുന്നു. നിർദോഷമായ പ്രോസ്റ്റേറ്റ് വീക്കം, മറ്റൊന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ചില ഭാഗത്ത് കല്ലിപ്പോ കട്ടി കൂടുതലോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് സംശയിക്കാം. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. മേൽപ്പറഞ്ഞ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ വിദഗ്ധ പരിശോധനയ്ക്ക് തയ്യാറാവേണ്ടതാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫലപ്രദമായ മരുന്നുകൾ ഉണ്ടെന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിലും മരുന്നുകൾ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ ശസ്ത്രക്രിയ ആവശ്യമായി വരാം.